ഈ ഒരു ഒറ്റ മാസത്തിൽ ഞങ്ങൾക്ക് 50 എക്സാം മൊത്തം നടന്നിട്ടുണ്ടാവും, മാരത്തോൺ എക്സാം മൊത്തമായിട്ട്. പക്ഷേ ഹാർഡ് വർക്കിനേക്കാളും ഏറ്റവും വലുത് കൺസിസ്റ്റൻസി ഉള്ളതാണ്. നമ്മൾ എടുക്കണ വർക്ക് എടുത്തോണ്ടേ വെക്കുക, അതിലപ്പം അങ്ങനെ നമുക്ക് ഡെയിലി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റുള്ളൂ. ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എനിക്ക് പരിചയമുള്ള റിപ്പീറ്റേഴ്സ് ഓലൊക്കെ പറഞ്ഞു വെച്ചാൽ ഓല് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഓൽക്ക് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ ഇവർ ഇത്രയും കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ബോർഡ് എക്സാം പഠിക്കണ പോലെ അല്ല, അതിൽ കുറേ ഡെപ്തിലും പഠിക്കണം. അതേപോലെ തന്നെ ഒരു സബ്ജക്റ്റിനുള്ള നോളേജും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊരു വർഷം കൊണ്ട് ഉണ്ടാക്കാൻ നല്ല സ്ട്രെസ്ഫുൾ ആണ്. അപ്പോൾ അതിന് പകരം ഈ 2 വർഷം കൊണ്ട് കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് മൊത്തം തീർക്കാൻ പറ്റും. ആദ്യം നമ്മൾ വരുമ്പോൾ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുക വെച്ചാൽ ഇത്ര ഒരുപാട് പ്രോബ്ലംസ് അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെറിയ സമയത്തുള്ളിൽ ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഡെയിലി ഹണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എന്താ വെച്ചാൽ ഡെയിലി ഹണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻ ഈ സമയത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ നോക്കാൻ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ താനെ അതിൻ്റെ കൂടെ ഇമ്പ്രൂവ് ആവും. ഈ ഒരു ഒറ്റ മാസത്തിൽ ഞങ്ങൾക്ക് 50 എക്സാം മൊത്തം നടന്നിട്ടുണ്ടാവും. കിട്ടാൻ പ്രയാസമുള്ളൊരു സാധനം നമ്മൾ ചെയ്തിട്ട് നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ അതിനൊരു രസം ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് പ്രോബ്ലംസ് കുറേ നമ്മൾ കാണുന്നതിനനുസരിച്ചാണ് നമുക്ക് കൂടുതൽ മാർക്ക് അതിനനുസരിച്ച് കൂടാം. ഇവിടെ മെയിൻലി എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഓരോ പോയിന്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. ചില ആഷിഖ് സാറൊക്കെ ആണെങ്കിൽ മോർണിംഗ് മീറ്റിലൊക്കെ വന്നിട്ട് സാറ് എന്താണ് ഒരു ദിവസം എങ്ങനെ കൊണ്ടുപോയി എന്നുവെച്ചാൽ റിവിഷൻ്റെ ഓരോ സ്റ്റേജിൽ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് സാറ് പറഞ്ഞുതരും. അപ്പം അങ്ങനെ നമുക്ക് അത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല. ചില ഹാർഡ് വർക്കിനേക്കാളും ഏറ്റവും വലുത് കൺസിസ്റ്റൻസി ഉള്ളതാണ്. നമ്മൾ എടുക്കണ വർക്ക് എടുത്തോണ്ടേ വെക്കുക, അതിലപ്പം അങ്ങനെ നമുക്ക് ഡെയിലി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റുള്ളൂ. നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ചെയ്യുക.